Hi guys, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മാർഷ്മല്ലോ പുഡിംഗ് റെസിപ്പി ആയിട്ടാണ്. നല്ല പഞ്ഞി പോലുള്ള ഒരു പുഡിംഗ് ആണിത്. അപ്പോൾ ഞാൻ 2.5 ടേബിൾ സ്പൂൺ ജലറ്റിൻ എടുത്തിട്ടുണ്ട്. 1 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 4 മുട്ടയുടെ വെള്ള, 1 കപ്പ് വെള്ളം, പിന്നെ കുറച്ച് ഫുഡ് കളർ കൂടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വാനില എസൻസും കൂടി ആവശ്യമാണ്. അപ്പോൾ ആദ്യം തന്നെ ജലാറ്റിനിലോട്ടേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 5 മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷം മൈക്രോവേവ് ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് 4 എഗ് വൈറ്റ് ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ചായി പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ടേക്ക് മെൽറ്റ് ചെയ്ത ജലാറ്റിനും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്ലഫി ആവുന്ന വരെ മിനിമം ഒരു 6 മിനിറ്റെങ്കിലും ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് 3 പാർട്ടായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇതിലോട്ടേക്ക് ഫുഡ് കളർ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പുഡിംഗ് ട്രേയിൽ ഓയിൽ ഗ്രീസ് ചെയ്തതിന് ശേഷം ഈ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് നമ്മൾ ഫ്രീസറിൽ വെച്ച് കൊടുക്കണം. ഇതിൻ്റെ മുകളിലായിട്ട് കളറ് മിക്സ് ചെയ്യാത്ത എഗ് മിക്സ് കൂടി ഇട്ട് കൊടുക്കാം. ഇതും ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഗ്രീൻ കളറാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് ലെയറാണ്. ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് റോസ്റ്റ് ചെയ്ത ബദാമും കാഷ്യൂ നട്ട്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് റെഫ്രിജറേറ്റ് ചെയ്ത് കൂളായി വരുമ്പോൾ നമ്മുടെ പുഡിംഗ് റെഡിയാണ്. നല്ല ടേസ്റ്റിയും അതേപോലെ തന്നെ നല്ലൊരു പഞ്ഞി പോലത്തെ ടെക്സ്ചറും ആണിതിന്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.